കൊച്ചി പൊന്നൂരുന്നിയിൽ അങ്കണവാടി കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ 12 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായാണ് പരാതി. അങ്കണവാടിയിലെ വാട്ടർ ടാങ്കിൽ നിന്ന് ചത്ത പാറ്റകളെയും കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എപ്പോഴാണ് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്? വിഷ്ണു, മിനിഞ്ഞാന്നോടുകൂടിയാണ് ഈ അങ്കണവാടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റായിട്ടുള്ള ഒരു പരാതി ഉയരുന്നത്. ഈ അങ്കണവാടിയിൽ വരുന്ന 12 കുട്ടികൾക്കും ഇവരുടെ അമ്മമാരായിട്ടുള്ള 3 അമ്മമാർക്കുമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും പിന്നീട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തത്. ഇത് ഈ അങ്കണവാടിയിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെതാകാം എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പരാതിയായിട്ട് ഉയരുന്നത്. അങ്കണവാടിയിൽ നേരത്തെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തുകയും അങ്കണവാടിയുടെ വാട്ടർ ടാങ്ക് അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിക്കാനായിട്ട് ടാങ്ക് തുറന്ന സമയത്ത് ഇതിനുള്ളിൽ ചത്ത പാറ്റകളെ അടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അങ്കണവാടിക്ക് സമീപം തന്നെ വലിയൊരു മാലിന്യ കൂമ്പാരം, ഒപ്പം തന്നെ അഴുക്ക് നിറഞ്ഞ തോടും പോകുന്നുണ്ട്. ഈ തോട്ടിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം അടക്കം BJP വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നതാണ്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന തരത്തിലുള്ള പരാതി ഉയരുന്നത്. ഇവിടുത്തെ ജലം ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞതാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഏതായാലും റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഇവിടെ നിന്ന് തന്നെയാണോ ഏറ്റത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. വിഷ്ണു, കിരൺ, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമാവുന്നത്? വിഷ്ണു, ഈ വിവിധ ആശുപത്രികളിലായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ 12 പേരും ചികിത്സ തേടിയിരുന്നത്. വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ആദ്യമായിട്ടൊരു സംഭവം, ഇത്തരത്തിൽ കുട്ടികൾക്ക് വയറിളക്കവും ഛർദിലൊക്കെ കണ്ടു തുടങ്ങിയത്. ഇതിനുശേഷം പല കുട്ടികളായിട്ട് പല സമയങ്ങളിലായി ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. ഇവിടുത്തെ ആശാ വർക്കറോട് അടക്കം സംസാരിച്ചു കഴിയുമ്പോൾ അവർ വ്യക്തമാക്കുന്ന കാര്യം, ഈ കുട്ടികളാരും തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരെല്ലാം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ആശാ വർക്കർ അറിയിച്ചത്. ഇവർ കുട്ടികളുടെ എല്ലാം തന്നെ വീട്ടിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുകൂടി ആശാ വർക്കർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്.